ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് നമ്മൾ കണ്ടൊരു കാഴ്ചയായിരുന്നു നടി സീമാജി നായർ തന്റെ ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ട സങ്കടം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞറിയിച്ചത്. ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുൻപ് നമ്മൾ അറിയുന്നത് അത് ദീപക് ദേവിന്റെ ഭാര്യാപിതാവാണ് എന്നാണ്. അതായത് ദീപക് ദേവിന്റെ ഭാര്യാപിതാവും സീമയുടെ സഹോദരിയുടെ ഭർത്താവും ഒരു വ്യക്തിയാണ് എന്നും അദ്ദേഹത്തിന്റെ മരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നതെന്നും പറയുന്നു. സീമയും ദീപക് ദേവും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നതും പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ രണ്ട് കുടുംബത്തിനും സംഭവിച്ച തീരാ നഷ്ടത്തെക്കുറിച്ച് ഞങ്ങളിപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് നോക്കിക്കാണുന്നതെന്നും ഈ വിയോഗ വാർത്ത ഞങ്ങൾ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നുവെന്നും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെ ഈ ഒരു വലിയ പ്രാർത്ഥന ഞങ്ങൾ സമർപ്പിക്കുകയാണെന്നും എല്ലാവരും പറയുകയുണ്ടായി. ദീപകിന്റെ ഭാര്യയെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. സംഗീത സംവിധായകൻ ദീപക് ദേവിന്റെ ഭാര്യാപിതാവാണ് സീമയുടെ സഹോദരനെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അതായത് സീമ ദീപക് ദേവിന്റെ ഭാര്യയുടെ ചെറിയമ്മയാണ്, അമ്മയുടെ സഹോദരിയാണ്. സീമയുടെ ചേച്ചി രേണുകയുടെ ഭർത്താവാണ് അന്തരിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത അറിയുന്നു. അതേസമയം സീമയോടൊപ്പവും ദീപക് ദേവിൻ്റെ കുടുംബത്തോടൊപ്പവും ഒക്കെ നിൽക്കാനാണ് പ്രേക്ഷകർ ശ്രമിക്കുന്നത്. ആ കുടുംബത്തിന് സംഭവിച്ച തീരാ വേദന തന്നെയാണ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം വേദനയുള്ളതാണ് എന്നും അതുപോലെ വളരെ പെട്ടെന്ന് വരുന്ന ഒരു അസുഖമാണ് എന്നും. ഇന്നലെ രാത്രി പോലും ദീപക് ദേവിൻ്റെ ഭാര്യ കിടക്കുന്നതിന് മുൻപ് പതിവ് പോലെ അമ്മയും അച്ഛനെയും വിളിച്ചിരുന്നതാണ്, അച്ഛനോട് സംസാരിച്ചിരുന്നതാണ്. ഇവരെല്ലാവരും കിടക്കാൻ പോകുന്നതിന് മുൻപ് സംസാരിച്ചതാണ്. എന്നാൽ ഇന്ന് പുലർച്ചെ ആയപ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റില്ല എന്നും കണ്ണു തുറന്നില്ല എന്നും കേൾക്കുന്നത് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമായി തന്നെ മാറുന്നു. പ്രേക്ഷകരെല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും വളരെയധികം വേദന നൽകുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ദീപക് ദേവിൻ്റെ ഭാര്യ എത്തുന്നത്. രാത്രി ഫോൺ വിളിച്ച് സംസാരിച്ച ഒരാൾ പുലർച്ചെയില്ല എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുവെന്ന് എല്ലാവരും പ്രതികരിച്ചു. തനിക്ക് 6 വയസ്സുള്ളപ്പോൾ തൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ച വ്യക്തിയെന്ന് സീമ പങ്കുവച്ചിരുന്നു. തനിക്ക് അച്ഛനോളം നിൽക്കുന്നൊരു വ്യക്തിയാണ്. തനിക്ക് അത്ര ആ വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആ ഒരു പ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിലെത്തിയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചേട്ടനെന്നല്ല, എൻ്റെ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ഇന്ന് ഞാൻ വളരെയധികം തീരാ വേദനയിലാണ് കടന്നു പോകുന്നതെന്ന് സീമ പ്രതികരിക്കുകയും ഇതനുസരിച്ച് തന്നെ ഒരു മറുപടിയായി നൽകുകയും ചെയ്തു. എല്ലാവർക്കും ആ വിഷമം മനസ്സിലാകുന്നു എന്ന് പ്രേക്ഷകർ പറയുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വളരെയധികം തന്നെ ആവശ്യമുള്ള ഒന്നുകൂടിയാണ് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള വാർത്ത അറിയുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.